എറണാകുളത്ത് മദ്യലഹരിയിൽ ബസിന്റെ ചില്ലെറിഞ്ഞുടച്ച യുവാവ്. കച്ചേരി താഴത്തായിരുന്നു സംഭവം. നെല്ലാട് സ്വദേശി ബിനോജ് കൃഷ്ണൻകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ച് ബഹളം വച്ചതിന് ബസ് ജീവനക്കാർ പുറത്താക്കിയിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണം. ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകും. തൊടുപുഴയിൽ നിന്ന് ലാൽ, എന്താണ് സംഭവിച്ചത്? വിജയകുമാർ, വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. നെല്ലാട് ഭാഗത്തു നിന്ന്, അതായത് പെരുമ്പാവൂരിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് വരുന്ന ഭാഗത്തു നിന്നാണ് ഇയാൾ ബസ്സിൽ കയറുന്നത്. മദ്യപിച്ചാണ് ബസ്സിൽ കയറിയത്. ബസ്സിൽ കയറിയപ്പോൾ മുതൽ തന്നെ ഇയാൾ ചെറിയ രീതിയിലുള്ള പരാക്രമങ്ങളെല്ലാം ബസ്സിനകത്ത് തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും എല്ലാം യാത്ര ചെയ്യുന്നതിന്റെ ഒരു തിരക്കും വാഹനത്തിലുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് അലോസരപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തതോടുകൂടിയാണ് ബസ് ജീവനക്കാർ ഇയാളെ നിർബന്ധിച്ച് ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതും മൂവാറ്റുപുഴ നഗരമധ്യത്തിൽ തന്നെയാണ്. പക്ഷേ ഇതിൽ ഇയാൾ കുപിതനാവുകയായിരുന്നു. റോഡിന്റെ പണി നടക്കുകയായതിനാൽ താഴെ കിടന്നൊരു കല്ലെടുത്ത് ബസ്സിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ബസ്സിന്റെ പിൻഭാഗത്തെ ചില്ല് ഏകദേശം പൂർണ്ണമായി തന്നെ തകർന്നു. ഉടനെ തന്നെ ബസ് ജീവനക്കാരെല്ലാം താഴേക്ക് ഇറങ്ങി ഇയാളെ കയ്യേറ്റം ചെയ്യാൻ ആരംഭിച്ചു. പ്രത്യേകിച്ച് ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്ന സമയം, നഗരത്തിൽ വലിയ തിരക്കുള്ള ഒരു സമയം കൂടിയായിരുന്നു. ബസ്സിന്റെ അകത്തുണ്ടായിരുന്ന ചില ആളുകൾക്ക് ഈ പൊട്ടിയ ചില്ലേറ്റ് ചെറിയ ചെറിയ മുറിവുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കുന്നത്. പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നെല്ലാട് സ്വദേശിയായിട്ടുള്ള ബിജോയ് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആളാണ്. കസ്റ്റഡി എടുത്ത് പോലീസ് പറഞ്ഞത് മദ്യലഹരിയിലാണ്, അമിതമായ മദ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബന്ധുക്കളോ ഉറ്റവരോ ആരെങ്കിലും വരാതെ കൂട്ടിക്കൊണ്ടു പോകാനാകില്ല എന്നുള്ളതാണ്. ബസ് ജീവനക്കാർ പ്രത്യേകിച്ച് പരാതി ഒന്നും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ട്രിപ്പിന് ശേഷം പരാതി അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് അവർ പോകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്തായാലും അയാളുടെ ഉറ്റവരോ ബന്ധുക്കളോ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എത്തി അയാളെ കൂട്ടിക്കൊണ്ടു പോകട്ടെ. നിലവിൽ കേസില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തൊടുപുഴയിൽ നിന്ന്.